നമ്മൾ ദിവസവും അടുക്കളയിൽ ഉപയോഗിക്കുന്ന എണ്ണ അത് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ അതോ ദോഷം ചെയ്യണോ? ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ? ഇന്ന് നമുക്ക് ഇതിൻ്റെ ഉത്തരമൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. സൂപ്പർമാർക്കറ്റിലെ ആ ഓയിൽ സെക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാത്ത ആരെങ്കിലും ഉണ്ടോ? എത്ര തരം ഓയിലുകളാണ്, ഓരോന്നിനും ഓരോരോ ഗുണങ്ങൾ, അവകാശവാദങ്ങൾ. ഇതിൽ ഏത് വിശ്വസിക്കണം, ഏത് വാങ്ങണം? സത്യം പറഞ്ഞാൽ തല കറങ്ങിപ്പോകും അല്ലേ? അപ്പോ ഈ കൺഫ്യൂഷനൊക്കെ എവിടുന്ന് തുടങ്ങി? നമുക്ക് ആദ്യം അതിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക എണ്ണകളുടെയും പിന്നിലെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഭൂരിഭാഗം എണ്ണകളും അത് ഏത് ബ്രാൻഡായാലും ഭയങ്കരമായൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. ആദ്യം ഹെക്സൈൻ പോലത്തെ കെമിക്കൽസ് ഉപയോഗിച്ച് അതിലെ എണ്ണ മുഴുവൻ ഊറ്റിയെടുക്കും. പിന്നെ അതിനെ ഉയർന്ന ചൂടിലിട്ട് അതിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ നശിപ്പിച്ചു കളയും. അവസാനം അതിൻ്റെ സ്വാഭാവികമായ മണം പോലും ഇല്ലാതാക്കി ഒരു ജീവനില്ലാത്ത ദ്രാവകമാക്കി മാറ്റും. അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു ഫലം? നമുക്ക് കിട്ടുന്നതെന്താണ്? ഒരു വശത്ത് പോഷകങ്ങൾ ഒന്നുമില്ലാത്ത, വെറും കാലറി മാത്രമുള്ള, കുറേ കാലം ഷെൽഫിൽ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു ഡെഡ് ഓയിൽ. മറുവശത്തോ സ്വാഭാവികമായ എല്ലാ ഗുണങ്ങളും, നല്ല മണവും രുചിയും ആരോഗ്യവും തരുന്ന നമ്മുടെ പരമ്പരാഗത ലിവിംഗ് ഓയിൽ. വ്യത്യാസം ശരിക്കും വലുതാണ്. ഈ അൾട്രാ പ്രോസസ്ഡ് എണ്ണകൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ഒമേഗ-6, ഒമേഗ-3 ഫാറ്റി ആസിഡുകളുടെ ബാലൻസ് തെറ്റും. ഈ ഒമേഗ-6 ഒരുപാട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് പോലുള്ള അവസ്ഥകളുണ്ടാവും. ഇത് പതിയെ പതിയെ പലതരം അസുഖങ്ങളിലേക്ക്, ഹൃദ്രോഗങ്ങളിലേക്ക് വരെ നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അതാണിതിലെ ഏറ്റവും വലിയ അപകടം. അപ്പോൾ പിന്നെന്താ ഇതിനൊരു വഴി? ഇതിനുള്ള പരിഹാരം ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ അടുക്കളയിൽ പണ്ടൊക്കെ എപ്പോഴും ഉണ്ടായിരുന്ന ഒന്നാണ്, പക്ഷേ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയൊരു ഹീറോ. ഞാൻ പറയുന്നത് കോൾഡ് പ്രസ്ഡ് നിലക്കടല എണ്ണയെക്കുറിച്ചാണ്. വെറുതെ പറയുന്നതല്ല, പഠനങ്ങൾ ഇത് ശരിവയ്ക്കുന്നുണ്ട്. കോൾഡ് പ്രസ്ഡ് നിലക്കടല എണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നിയന്ത്രിക്കാനും കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ തുരത്തുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളെ കൂട്ടാനും സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊന്ന് കേട്ടു നോക്കൂ. വെറും 1 ടേബിൾ സ്പൂൺ, 1:1 അത്രയും എണ്ണയിൽ നിന്ന് നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട വിറ്റാമിൻ ഇയുടെ ഏതാണ്ട് 14% കിട്ടും. നമ്മുടെ സ്കിന്നിനും ഇമ്മ്യൂണിറ്റിക്കുമൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വിറ്റാമിൻ ഇ എന്ന് നമുക്കറിയാമല്ലോ. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ ഡെഡ് ഓയിലുമായി താരതമ്യം ചെയ്താൽ ഇതിൽ 80% വരെ കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ശരിക്കും നമ്മുടെ ശരീരത്തിനൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് ഒലിവ് ഓയിലിനോളം തന്നെ ഗുണങ്ങൾ തരുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ ഒലിവ് ഓയിലിൻ്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ചീപ്പ കൊളസ്ട്രോൾ, അതായത് LDL കുറയ്ക്കാൻ നിലക്കടല എണ്ണയ്ക്ക് കഴിയുമെന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നു. പക്ഷേ ഒരു മിനിറ്റ്, അപ്പോൾ എല്ലാ കോൾഡ് പ്രസ്ഡ് എണ്ണകളും ഒരുപോലെയാണോ? എല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട്. പ്രശ്നം ഇതാണ്: നിലക്കടല അത് ശരിയായ രീതിയിൽ ഈർപ്പമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ അതിലൊരു തരം പൂപ്പൽ വരും. ഈ പൂപ്പലുണ്ടാക്കുന്ന ഒരു വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇത് വളരെ അപകടകാരിയാണ്. ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന ഒന്നാണ്. ഒരു പഠനത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ നിലക്കടല ഉപയോഗിച്ച് ചെറിയ രീതിയിൽ എണ്ണയുണ്ടാക്കുമ്പോൾ ഈ അഫ്ലാടോക്സിൻ അപകടകരമായ അളവിൽ എണ്ണയിൽ കലരാൻ നല്ല സാധ്യതയുണ്ടെന്ന്. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം. അപകടങ്ങൾ 3 ആണ്. 1 അഫ്ലാടോക്സിൻ, 2 ചിലർക്ക് അലർജി ഉണ്ടാക്കുന്ന പ്രോട്ടീനുകൾ, 3 ശരിക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ എണ്ണ കേടാകാനുള്ള സാധ്യത. അപ്പോൾ ചോദ്യമിതാണ്, ഈ അപകടങ്ങളെല്ലാം ഒഴിവാക്കി നല്ല ഗുണങ്ങൾ മാത്രം നമുക്കെങ്ങനെ കിട്ടും? ഇതിനുള്ള ഉത്തരമാണ് പാരമ്പര്യവും ടെക്നോളജിയും കൈകോർക്കുന്നത്. പണ്ടത്തെ നല്ല ശീലങ്ങളും പുതിയ കാലത്തെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അവിടെയാണ് നമുക്ക് വേണ്ട പരിഹാരം കിടക്കുന്നത്. അപ്പോൾ ഒരു നല്ല ബ്രാൻഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? 1, അവർ ഏറ്റവും നല്ല നിലക്കടല കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നുണ്ടോ? 2, വൃത്തിയുള്ള ആധുനിക മെഷീനുകൾ ഉപയോഗിച്ചാണോ എണ്ണയെടുക്കുന്നത്? 3, കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ലെന്ന് ഉറപ്പുണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനം, അഫ്ലാടോക്സിൻ ഇല്ല എന്ന് അവർ കൃത്യമായി ടെസ്റ്റ് ചെയ്തോ ഉറപ്പുവരുത്തുന്നുണ്ടോ? ഇതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന GPL പോലുള്ള ചില നിർമ്മാതാക്കളുണ്ട്. അവരാണ് ഈ രംഗത്ത് ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരുന്നത്. പഴയ കാലത്തിന്റെ രുചിയും ഗുണവും പുതിയ കാലത്തിന്റെ സുരക്ഷയും അവർ നമുക്ക് ഉറപ്പുതരുന്നു. അവരുടെ രീതി എങ്ങനെയെന്നോ? വിളവെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സൗത്ത് ഇന്ത്യൻ ഫാമുകളിൽ നിന്ന് നിലക്കടല നേരിട്ട് അവരുടെ ഫാക്ടറിയിലെത്തും.
അവിടെ ഏറ്റവും പുതിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷീനുകളിൽ ഒരു കെമിക്കലും തൊടാതെ കോൾഡ് പ്രസ്സിങ്ങിലൂടെ എണ്ണയെടുക്കുന്നു. ബ്ലീച്ചിങ്ങോ ഡീവാക്സിങ്ങോ മറ്റു ഒരു പ്രോസസ്സിങ്ങുമില്ല. ശുദ്ധമായ എണ്ണ, അത്രമാത്രം. ഓക്കെ, അപ്പൊ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് പ്രാക്ടിക്കലായാലോ? ഈ നല്ല എണ്ണ നമ്മുടെ അടുക്കളയിൽ എങ്ങനെ സൂപ്പറായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം, അല്ലേ? നമ്മുടെ സൗത്ത് ഇന്ത്യൻ കറികളുടെ ജീവനാണല്ലോ താളിക്കൽ, അല്ലേ? ആ ചൂടായ കോൾഡ് പ്രസ്ഡ് നിലക്കടല എണ്ണയിലേക്ക് കടുക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിക്കുമ്പോൾ വരുന്നൊരു മണമുണ്ട്. അത് മാത്രം മതി ശരിക്കും. നിങ്ങളുടെ സാമ്പാറിനും അവിയലിനും തോരനും ഒക്കെ ഒരു പ്രത്യേക ലെവൽ ഫ്ലേവർ കൊടുക്കാൻ ഈ ഒരൊറ്റ താളിക്കൽ മതി. വെറും താളിക്കൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ഏത്തക്ക ഉപ്പേരി നല്ല ക്രിസ്പിയായിട്ട് വറുത്തെടുക്കാൻ ഇത് ബെസ്റ്റാണ്. പിന്നെ ദോശയുടെ കൂടെ കഴിക്കാൻ ഒരു ഉഗ്രൻ നിലക്കടല ചമ്മന്തി ഉണ്ടാക്കാനോ തോരനും മെഴുക്കുവരട്ടിയൊക്കെ വഴട്ടാനോ അടിപൊളിയാണ്. ഒരു ടിപ്പ് കൂടി പറയാം, നല്ല മീൻകറിയുടെ മുകളിൽ ഒരൽപ്പം പച്ചയ്ക്ക് തൂവിക്കൊടുത്തു നോക്കൂ. ആഹാ, അതിൻ്റെ മണം വേറെ ലെവലാണ്. അപ്പോ അടുത്ത തവണ സൂപ്പർ മാർക്കറ്റിലെ ആ ഓയിൽ സെക്ഷനിൽ നിൽക്കുമ്പോൾ വെറുതെ ബ്രാൻഡ് മാത്രം നോക്കരുത്. ആ കുപ്പിക്ക് പിന്നിലുള്ള കഥയെപ്പറ്റി കൂടി ഒന്ന് ചിന്തിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായിരിക്കണ്ടേ? നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി അടുക്കളയിലെ എണ്ണയെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ സമയമായില്ലേ?